പിൻഗാമിക്കകത്ത് മോഹൻലാലിനായിട്ട് ഉള്ള ഒരു സ്റ്റണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം എന്നെ നെഞ്ചിലാണ് ചവിട്ടുന്നത്. ഒരു ചങ്ങല കൊണ്ടുവന്ന് തിലകനെ കൊല്ലുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അദ്ദേഹത്തിന് ആ വിരോധമെല്ലാം വെച്ച് എന്നെ ചവിട്ടുന്ന ചവിട്ട്, ആ നെഞ്ചിലുള്ള ചവിട്ട് വന്നപ്പോൾ ഞാൻ മാറിയില്ല. ഒരു സെക്കൻഡിൻ്റെ താമസം ഞാൻ ബോധം കെട്ട് താഴെ വീണു. പലപ്പോഴും പറയാറുണ്ട്, ഞാൻ വരുന്നതിന് മുമ്പേ വന്ന ആളല്ലേന്നും. അങ്ങനെ ഒരു സ്നേഹമുണ്ട്. മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിലേക്ക് എത്രയോ മുമ്പേ ഞാൻ വന്നു. അപ്പോൾ ആ ഒരു സ്നേഹം കണ്ടിട്ട് എന്നെ ആൾക്കൂട്ടത്തിൽ നിന്നാൽ പോലും ഞാൻ നിൽക്കുന്ന കണ്ട എൻ്റെ അടുത്തോട്ട് വന്ന് എന്നെ സ്നേഹപൂർവ്വം എൻ്റെ തോളിൽ കൈ വെച്ച് എന്നെ ഒന്ന് ഉമ്മ വയ്ക്കുന്നൊരു സ്വഭാവം വരെ മോഹൻലാൽ ഉണ്ടെന്നുള്ളത് നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ്. ഇനി ഞാനൊരു കഥ പറയാം. ഒരാൾ സെറ്റിൽ ചാൻസ് ചോദിച്ചു വരുന്നു. അവിടെ പുന്നപ്രാപ്പച്ചനുണ്ട്. അപ്പോൾ അയാൾ ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചു, അതാരാ നിൽക്കുന്നത്? അപ്പോൾ എന്നെ കൂടെ നിന്ന ആൾ പറഞ്ഞതാണ് പുന്നപ്രാപ്പച്ചൻ. അപ്പോൾ അസൂയയോടെ താങ്കളെ നോക്കി, എനിക്ക് ആ പുന്നപ്രാപ്പച്ചൻ ചെയ്യുന്ന വേഷമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇനിയിപ്പോൾ സാറിന് മനസ്സിലായി കാണും ഞാനിപ്പോൾ മനസ്സിലായിരുന്നത് ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായ മമ്മൂട്ടിയാണ് അത് പറയുന്നത്. ആ ഒരു താല്പര്യവും സ്നേഹവും ഒക്കെ അദ്ദേഹം വലിയ ആളായതിനു ശേഷം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയാനായിട്ട് എനിക്ക് വിഷമമില്ല. നമസ്കാരം സർ. നമസ്കാരം. പുന്നപ്ര അപ്പച്ചൻ. അതെ, ഞാൻ അപ്പച്ചൻ സാറെന്ന് ഞാൻ വിളിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫോൺ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ ചെയ്യാനായിട്ടൊരു അവസരം തന്നു. അതിന് വളരെയധികം സന്തോഷം. എനിക്ക് വളരെ സന്തോഷം. എനിക്ക് ഈ അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ ഓക്കെ. എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ? എങ്ങനെയുണ്ട്? എൻ്റെ ആരോഗ്യസ്ഥിതി ഒരു ചെറുതായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് വന്ന ഇടയ്ക്ക്, ഒരു സ്ട്രോക്ക് പോലെ. പക്ഷേ ഇപ്പോൾ ഞാൻ റിക്കവർ ചെയ്തു, കുഴപ്പമില്ല. ദൈവത്തിൻ്റെയും നിങ്ങളുടെയൊക്കെ നല്ല മനസ്സുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത ഇപ്പോൾ വരുന്നു. നല്ല പ്രായത്തിൽ ഒത്തിരി നടന്മാരുടെ ഇടി കൊണ്ടിട്ടുണ്ടല്ലേ? അപ്പോൾ സ്വാഭാവികം. പ്രധാനപ്പെട്ടത് ജയൻ്റെ, അതോടൊപ്പം തന്നെ പറഞ്ഞു വരികയാണെങ്കിൽ മറ്റു പല നടന്മാരുടെയും തല്ലുകൊണ്ടിട്ടുണ്ട്. അത് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. ഗോപാലൻ ഗുരുക്കൾ എന്ന് പറയുന്ന ഒരാളായിരുന്നു ഉദയ സ്റ്റുഡിയോയിലെ ഒരു മറ്റേ ഈ കളരിപ്പയറ്റിൻ്റെ ഒരു ഗുരുക്കളെ. ആ ഗോപാലൻ ഗുരുക്കളുടെ ഇച്ചിരിയൊക്കെ ഞാൻ ഇതിൻ്റെയൊക്കെ പഠിച്ചിരുന്നുവെങ്കിലും ഈ സമയത്തിന് നമ്മൾ മാറി കൊടുത്തില്ലെങ്കിൽ നമുക്ക് ആ ചവിട്ടോ അടിയോ കൊള്ളും. അത് അത്ര ശ്രദ്ധിച്ചില്ല. ഞാൻ പിൻഗാമിക്കകത്ത് മോഹൻലാലിനായിട്ട് ഉള്ള ഒരു സ്റ്റണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം എന്നെ നെഞ്ചിലാണ് ചവിട്ടുന്നത്. ഒരു ചങ്ങല കൊണ്ടുവന്ന് തിലകനെ കൊല്ലുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അദ്ദേഹത്തിന് ആ വിരോധമെല്ലാം വെച്ച് എന്നെ ചവിട്ടുന്ന ചവിട്ട്, ആ നെഞ്ചിലുള്ള ചവിട്ട് വന്നപ്പോൾ ഞാൻ മാറിയില്ല. ഒരു സെക്കൻഡിൻ്റെ താമസം ഞാൻ ബോധം കെട്ട് താഴെ വീണു. അപ്പോൾ എന്നെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ടുള്ള ഏർപ്പാട് ചെയ്തു. ഞാൻ ബേബി ഹോസ്പിറ്റൽ, കോഴിക്കോടിനടുത്തായിരുന്നു ഷൂട്ടിങ്. ബേബി ഹോസ്പിറ്റലിൻ്റെ ഒരു 70% ഷെയറിൻ്റെ ഓണർ മോഹൻലാലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പം തന്നെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് നേരെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ വിളിച്ച് പറഞ്ഞു, ഞാൻ ലാലാണ്, എൻ്റെ സുഹൃത്ത് പുന്നപ്ര അപ്പച്ചനെ അവിടെ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്നും വാങ്ങിക്കണ്ട, എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്യാമോ അതെല്ലാം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാനവിടെ കിടന്നു. എനിക്ക് പ്രത്യേക ഒരു നഴ്സിലേക്ക് അറേഞ്ച് ചെയ്തു. ഞാനവിടെ കിടന്നു. ഏതാണ്ട് ഒരു 11,000 രൂപയായിരുന്നു ഒരു ദിവസത്തെ അവിടുത്തെ എക്സ്പെൻസ്. അത് എന്നെക്കൊണ്ട് കൊടുപ്പിച്ചില്ല. അത് ലാലാണ് പേയ്മെൻറ്റ് നടത്തിയത്. പക്ഷേ ആ ചവിട്ടിയതിൻ്റെ ഒരു കുറ്റബോധം കൂടെ കാണും. ചവിട്ടിയതിൻ്റെ കുറ്റബോധത്തിലല്ല, എന്നോടുള്ള ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ, എന്നോട് പലപ്പോഴും പറയാറുണ്ട്, ഞാൻ വരുന്നതിന് മുമ്പേ വന്ന ആളല്ലേന്നും. അങ്ങനെ ഒരു സ്നേഹമുണ്ട്. മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിലേക്ക് എത്രയോ മുമ്പേ ഞാൻ വന്നു. അപ്പോൾ ആ ഒരു സ്നേഹം കണ്ടിട്ട് എന്നെ ആൾക്കൂട്ടത്തിൽ നിന്നാൽ പോലും ഞാൻ നിൽക്കുന്ന കണ്ട എൻ്റെ അടുത്തോട്ട് വന്ന് എന്നെ സ്നേഹപൂർവ്വം എൻ്റെ തോളിൽ കൈ വെച്ച് എന്നെ ഒന്ന് ഉമ്മ വയ്ക്കുന്നൊരു സ്വഭാവം വരെ മോഹൻലാൽ ഉണ്ടെന്നുള്ളത് നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ്. ഇനി ഞാനൊരു കഥ പറയാം. ഒരാൾ സെറ്റിൽ ചാൻസ് ചോദിച്ചു വരുന്നു. അവിടെ പുന്നപ്രാപ്പച്ചനുണ്ട്. അപ്പോൾ അയാൾ ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചു, അതാരാ നിൽക്കുന്നത്? അപ്പോൾ എന്നെ കൂടെ നിന്ന ആൾ പറഞ്ഞതാണ് പുന്നപ്രാപ്പച്ചൻ. അപ്പോൾ അസൂയയോടെ താങ്കളെ നോക്കി, എനിക്ക് ആ പുന്നപ്രാപ്പച്ചൻ ചെയ്യുന്ന വേഷമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇനിയിപ്പോൾ സാറിന് മനസ്സിലായി കാണും ഞാനിപ്പോൾ മനസ്സിലായിരുന്നത് ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായ മമ്മൂട്ടിയാണ് അത് പറയുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ചമയങ്ങളില്ലാതെ എന്നുള്ളൊരു ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. സാറിന്റെ പേര് സഹിതം പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും ജീവിതത്തിൽ അതിനോടൊപ്പം തന്നെ മനോരമ ആഴ്ചപ്പതിനകത്ത് ഈ ലേഖനം വരികയും ചെയ്തു. മോഹൻ എന്ന് പറഞ്ഞ ആളാണ് എഴുതിയത്. ഇതിനെക്കുറിച്ച് പിന്നീട് സംസാരിച്ചിട്ടുണ്ടോ? പിന്നീട് അല്ല, ഇതിന് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെപ്പറ്റി ഞാൻ എൻ്റെ ആത്മകഥയെ പറയുന്നുണ്ട് എന്ന് മമ്മൂട്ടിക്ക പറഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടിക്കാന്നാണോ വിളിക്കുന്നത്? ഞാനത് ഇഷ്ടപ്പെട്ട് അങ്ങനെ വിളിക്കും. ചിലർ മമ്മൂക്കാന്ന് വിളിക്കും, മമ്മൂസയെന്ന് വിളിക്കും. ഞാൻ പലരും വിളിക്കും. ആ ഒരു ബഹുമാനവും സ്നേഹബന്ധവും പിന്നീട് തന്നിട്ടുണ്ടോ? അത് ബുദ്ധിമുട്ടാണ്.
എന്താ അങ്ങനെ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞത് ആ ഒരു താല്പര്യവും സ്നേഹവും ഒക്കെ അദ്ദേഹം വലിയ ആളായതിനു ശേഷം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയാനായിട്ട് എനിക്ക് വിഷമമില്ല. കാരണം അത് കിട്ടിയെങ്കിലല്ലേ എനിക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ മോഹൻലാലിനെ പറ്റി ഞാൻ പറഞ്ഞത് എന്താണ്, ഒരാൾക്കൂട്ടത്തിൽ നിന്നാൽ പോലും എന്നെ അടുത്ത് വന്നിട്ട് കെട്ടി ഒരു ഉമ്മ വയ്ക്കുന്നൊരു സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ഇത്രയേറെ എന്നെപ്പറ്റി പറഞ്ഞ ഒരാൾ എന്നെ കണ്ടാൽ അതുപോലൊരു സ്നേഹം കാണിക്കണമല്ലോ. മമ്മൂക്കയെ കുറിച്ച് പറയുന്ന വെച്ചാൽ മമ്മൂക്ക ഉള്ളിലാണ് സ്നേഹം, അതങ്ങനെ പുറമേ കാണിക്കത്തില്ല. ലാലേട്ടൻ അത് എക്സ്പ്രസ് ചെയ്യുന്നു. ഇതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ എനിക്കത് അനുഭവപ്പെട്ടാലല്ലേ പറയൂ. പലരും പറയുന്നുള്ളൂ സ്നേഹം ഉള്ളിലല്ല വെക്കേണ്ടത്, നമ്മൾ പ്രകടിപ്പിക്കണം എന്ന് പറയുമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ചിലപ്പോൾ പക്ഷേ ഉള്ളിൽ സ്നേഹം ഉണ്ടായിരിക്കാം, ഞാൻ അതിലൊന്നും എതിര് പറയുന്നില്ല. എങ്കിൽ പോലും എനിക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത് കാര്യം ഞാൻ തുറന്നു പറയുന്നത് സത്യസന്ധമായിരിക്കണം പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. സാർ ഇപ്പോൾ ഏകദേശം എത്ര സിനിമകൾ? ഏതാണ്ട് ഒരു 1251 പരം പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതെ, ചെറിയ വേഷങ്ങളിലാണ്. ഇന്ന് അതുകൂടെ ഒന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ലോകത്തിൽ ഇന്ന് വരെ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ച ഒരാൾ ഇന്ന് ഞാൻ മാത്രമേ കാണൂ. കാരണം വലിയ വേഷങ്ങളിലേക്ക് അഭിനയിച്ച ഒത്തിരി പേര് ലോകത്തിലുണ്ട്. പക്ഷേ പ്രേം നസീർ സാറാണെങ്കിലും നായകനായിട്ട് അഭിനയിച്ച 700 പടങ്ങളുണ്ട്. പക്ഷേ ഇത്രയും പടങ്ങളിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഈ ചെറിയ വേഷങ്ങളിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒരു 2-3 വേഷം ചെയ്യുമ്പം ഒന്നും ആയില്ല എന്ന് കണ്ടാൽ അതിന്ന് പിന്തിരിഞ്ഞു പോകും. പക്ഷേ എനിക്ക് പിന്തിരിഞ്ഞു പോകാൻ തോന്നിയില്ല. എൻ്റെ ഒരു ബാറ്ററി ചാർജ് അന്നും ഇന്നും ഒരുപോലെയാണ്. ഇന്നും ഒരു ചെറിയ വേഷമാണെങ്കിൽ പോലും നാളെ രാവിലെ നിങ്ങൾ നേരെ കോഴിക്കോടിനടുത്തുള്ള കടലുണ്ടിയിൽ വരാൻ പറഞ്ഞാൽ ഞാൻ ഇന്ന് രാത്രിയിൽ എൻ്റെ പണ്ണക്കെട്ട് ശരിയാക്കി ഞാൻ ഇന്ന് ഇവിടുന്ന് പുറപ്പെടും. എനിക്കതിനോടുള്ള ഒരു താല്പര്യവും സ്നേഹവും അതിൻ്റെ രക്തത്തിൽ അലിഞ്ഞു പോയതാണ്. ഇതിനിടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു, ലാലേട്ടൻ ഇത്രയധികം സ്നേഹമുണ്ട്, എന്തുകൊണ്ടാണ് സാറിന് അമ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ മുതിരാതിരുന്നത്? അത് വേറൊരു കാര്യമല്ല. ഈ അമ്മയുടെ ആദ്യത്തെ ഈ പ്രവേശന ഫീസ് 5000 രൂപയായിരുന്നു. എനിക്ക് അന്ന് അത് കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാനതുകൊണ്ട് അപ്ലൈ ചെയ്തില്ല. പിറ്റേ കൊല്ലം 10000 ആയി. 5000 കൊടുക്കാനില്ലാതെ ഞാൻ പിറ്റേ കൊല്ലം 10000 അങ്ങനെ കൊടുക്കും. അത് കൂടി ഇന്ന് 2.25 ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ പ്രവേശന ഫീസ്. ഞാൻ പല പ്രാവശ്യം അപേക്ഷ അയച്ചപ്പോഴൊക്കെ അവർ പറഞ്ഞു ആ എമൗണ്ട് അടച്ചാൽ മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞു. ഇടവേള ബാബു എൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തോട് പറഞ്ഞപ്പോഴും പറഞ്ഞു ആ പൈസ അടച്ചാലേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഓണററി മെമ്പർഷിപ്പ് എനിക്ക് തന്നത് കൂടെ എന്ന് ചോദിച്ചു. അതെനിക്ക് ചോദിക്കാമല്ലോ. അപ്പോൾ പറഞ്ഞു ഓണററി മെമ്പർഷിപ്പ് ഞങ്ങൾ നിർത്തിയെന്ന് പറഞ്ഞു. പക്ഷേ ഞാനിത് പറഞ്ഞു കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കേൾക്കുന്നത് എൻ്റെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടത്തിൽ അഭിനയിച്ച ഒരാളാണ് ഞാൻ, കമലഹാസൻ്റെ കന്യാകുമാരി എന്ന KS സേതുമാധവൻ്റെ സുപ്രസിദ്ധമായ പടം. റീതാബാദിരി നായികയും കമലഹാസൻ ഒരു കൊത്തുപണിക്കാരനുമായിട്ടുള്ള ആ പടത്തിൽ അഭിനയിച്ച ഒരു വ്യവസായിയായ ഒരാളാണ് ഞാനെന്ന്. അദ്ദേഹത്തിന് കഴിഞ്ഞ മാസം കൊച്ചി വെച്ച് ഒരു അവാർഡ് കൊടുത്തു. മറ്റൊന്നുമല്ല, മറ്റേ ഈ സാറ് ചോദിച്ചില്ലേ എന്തുവാ ചോദിച്ചത്, ഈ ഓണററി മെമ്പർഷിപ്പ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ അത് കൊടുത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷക്കുറവൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് കൊടുത്തതുപോലെ ഒരു ഓണററി മെമ്പർഷിപ്പ് എനിക്കും തന്നുകൂടെ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഇപ്പോഴും ആ റിക്വസ്റ്റ് ഉണ്ടല്ലേ? റിക്വസ്റ്റ് ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ സാറിപ്പം പറഞ്ഞു ഇത്ര 1000-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. അപ്പം എങ്ങനെയായിരുന്നു ഒരു സിനിമ ഫസ്റ്റ്? എനിക്കൊന്ന് ഷൂട്ടിങ് കാണാൻ പോയതാണെന്ന് തോന്നുന്നു. എനിക്ക് ഒരു പാലാട്ട് കോമൻ എന്ന് പറയുന്ന ഒരു പഴയകാല സത്യൻ സാറിൻ്റെ പടം, അപ്പം ഈ മാറ്റിനിക്കൊക്കെ പോയി നിന്ന് കഷ്ടപ്പെട്ട് ടിക്കറ്റ് എടുത്തത് കയറി കാണുമ്പോൾ അതിനകത്ത് അദ്ദേഹം ഒരു ആനപ്പുറത്ത് വരുന്നൊരു സീനുണ്ട്. സത്യൻ സാർ അദ്ദേഹം വരുന്നത് ഒരു പാട്ട് പാടിക്കൊണ്ടാണ്. നമ്മൾ സാധാരണ ഈ ആനയെ കാണുമ്പോഴും ഫയർഫോഴ്സിൻ്റെ വണ്ടി കാണുമ്പോഴൊക്കെ നോക്കി നിൽക്കും. അതുപോലെ ഈ ആനപ്പുറത്ത് വരുന്ന സത്യൻ സാറിനെ കാണുമ്പോൾ ഞാൻ ആനയല്ല ശ്രദ്ധിച്ചത്, ആ ഒരു ഭാവാഭിനയം, ഒരു പുരുഷൻ്റെ അല്ലെങ്കിൽ ഒരു ദൃഢപ്രകൃതിയുടെ ഒരു പ്രതിനിധാനമാണ് ഞാൻ കണ്ടത്. ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ സത്യൻ സാറിനെന്ന് പറയുന്ന ഒരു വലിയ പ്രതിഭയുടെ ആ സിനിമയിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നിൽക്കണം എന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുള്ളവരെടുത്തു. പക്ഷെ അഭിനയം എന്താണെന്നോ എവിടെ ചെന്ന് ആരെ കാണണമെന്നോ സിനിമ എന്താണെന്നോ ഒന്നും അറിയാത്ത ഞാൻ എല്ലാ ഷൂട്ടിംഗ് സ്ഥലത്തും സാറ് പറഞ്ഞ കണക്ക് ഞാൻ ഓടിപ്പോകാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഉദയനൻ്റെ മകൻ എന്ന് പറയുന്ന ഷൂട്ടിങ്, ഇന്നത്തെ ഏറ്റവും വലിയ പ്രസിദ്ധമായ ആലപ്പുഴ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന വണ്ടാനം എന്ന് പറയുന്ന ആ കടൽ തീരത്ത് വെച്ചുള്ള ഷൂട്ടിംഗ്, ഞാനവിടെ ചെല്ലുമ്പോൾ സത്യൻ സാറും നസീർ സാറും
ഷീലാമ്മയൊക്കെ അഭിനയിക്കുന്ന ഉദയനൻ്റെ മകനെന്ന് പറയുന്ന സിനിമയാണ് ഷൂട്ടിംഗ് അടങ്ങുന്നത്. എൻ്റെ ആവേശം കൊണ്ട് ഇവരെ കാണാനുള്ള ആവേശത്തിൽ ഞാൻ അകത്തോട്ട് ഈ വേരിയേഷൻസൊക്കെ വെച്ചിരുന്ന ഈ റിസ്ട്രിക്ഷൻസൊക്കെ വെച്ചിരുന്നതെല്ലാം കടന്ന് ഞാൻ അകത്തോട്ട് ഓടിച്ചെന്ന് കയറിയപ്പോൾ ഒരാളെന്നെ പിടലിക്ക് പിടിച്ച് തള്ളി. ഞാനത് കണ്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ ഞാൻ ആ മുഖത്തേക്ക് നോക്കി. ഞാൻ ആലപ്പുഴക്കാരനാണെങ്കിലും മാർക്കിൻ്റെ കൂടുതൽ കൊണ്ട് ഈ ആലപ്പുഴയെങ്ങും എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. എനിക്ക് കിട്ടിയത് ദേവമാതാ കോളേജ് കുറവലങ്ങാടാണ്. അവിടെ എൻ്റെ ക്ലാസ്മേറ്റായിരുന്നു എൻ്റെ സുഹൃത്തായ അവരാച്ചൻ എന്ന് പറയുന്ന എബ്രഹാം. അദ്ദേഹം ഇന്ന് ബോംബെയിൽ വലിയൊരു സൗകര്യക്കാരനായി ജീവിക്കുക. അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീയോ? ഞാനിതിൻ്റെ മാനേജറല്ലടാ. അപ്പോൾ ഞാൻ പറയുകയാണ്, എന്താ പിന്നെ എൻ്റെ കാര്യം നടക്കുമല്ലോ. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, നിൻ്റെ കാര്യം എന്ത് നടക്കാനാ? ഈ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് നിൽക്കണോടാ. നീ എന്നാൽ നാളെ രാവിലെ ഉദയ സ്റ്റുഡിയോയിലേക്ക് പോവാ, നിനക്കൊരു ഞാൻ ചാൻസ് ഒപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. ആ ചാൻസ് ഒപ്പിച്ച് കിട്ടിയതാണ് എൻ്റെ ആദ്യത്തെ ഉദയനൻ്റെ മകനെന്ന് പറയുന്ന പടം. പിന്നീട് ഉദയയുടെ സ്ഥിരം നടനായി. പിന്നെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ശരകമണിയാണ് അവിടുത്തെ ഏറ്റവും വലിയ ആൾ. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പുറത്ത് എന്നോട് പറഞ്ഞു, അടുത്ത പടത്തിൽ അപ്പച്ചൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉദയ സ്റ്റുഡിയോയിലെ പടങ്ങൾ നിർത്തുന്നത് വരെ എല്ലാ പടത്തിലും ഞാൻ അഭിനയിക്കും. നവോദയക്കാർക്കൊരു അപ്പച്ചനുണ്ട്. അത് നവോദയ അപ്പച്ചൻ, കുഞ്ചാക്കോ മുതലാളിയുടെ അനിയൻ നവോദയ അപ്പച്ചൻ. അതെ, അങ്ങനെ നവോദയ സ്റ്റുഡിയോയും ഉണ്ടായിരുന്നു. മലയാള സിനിമയിൽ 2 അപ്പച്ചന്മാരാണ്. 3 അപ്പച്ചന്മാർ. അപ്പച്ചൻ എന്ന് പറയുന്ന ഒരാൾ, വേറൊരാളുണ്ടായിരുന്നു. അതൊരു പ്രൊഡ്യൂസറായിരുന്നു. അദ്ദേഹമായിട്ട് ഞാൻ സുഹൃത്താണ്. ഈ അടുത്ത് ഞാൻ സാറ് തന്നെ എനിക്കൊരു വീഡിയോ ക്ലിപ്പ് അയച്ചു തന്നെയാണ്. മറ്റേ ഒരു കഥയിലെ ഭയങ്കര വഴിത്തിരിവായ ഒരു സംഭവം. അത് കിരീടം സിനിമയിൽ കിരിക്കാടൻ ജോസ് ചികിത്സ കഴിഞ്ഞ് ഒരു കടയിലിരുന്ന് ചായ കുടിക്കുമ്പോൾ സാറാണ് വന്ന് ഏണി വെക്കുന്നത്, സേതുമാധവൻ വന്നിട്ടുണ്ടെന്ന്. അതെ, ജോസേട്ടാ, സേതുമാധവൻ എത്തിയിട്ടുണ്ട്. എവിടെയാ പന്നി? അന്ന് കീരിക്കാടൻ ജോസിനെ കണ്ടപ്പോൾ, ഇപ്പം അദ്ദേഹം കഴിഞ്ഞ ദിവസം മരിച്ചു മോഹൻരാജ്. അപ്പം അന്ന് കണ്ടപ്പോൾ ഇദ്ദേഹം ക്ലിക്കാകും, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വില്ലത്തരം, അത് ഒരു സംശയം എനിക്ക് തോന്നിയില്ല. ഇത് അതിഗംഭീരനായ ഒരു വില്ലനായി തീരുന്നുള്ളത് അന്നേ മനസ്സിലായി. അത് ഞങ്ങൾ ഒന്നിച്ചൊരു മുറിയിലായിരുന്നു താമസിച്ചത്. അങ്ങനെ ഒരു സംഭവങ്ങളുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റവും രീതിയും എല്ലാം ഒരുപാട് ഒരു സ്നേഹമയനായ ഒരാളായിരുന്നു. എൻഫോഴ്സ്മെൻറ്റ് ഓഫീസറായിരുന്നു. എനിക്ക് ഈ സ്വർണം കള്ളക്കടത്ത് പിടിക്കുന്ന ജോലിയാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊരു മുറിയിലായിരുന്നു. ഇത്ര സ്നേഹമുള്ളൊരു മനുഷ്യൻ. എനിക്ക് അതിനുശേഷം ഞാൻ വിളിച്ചിരുന്നു. സുഖമില്ലാതെ കിടന്നപ്പോഴും ഞാൻ ഫോൺ ചെയ്യുമായിരുന്നു. അപ്പോൾ മോളെടുത്തിട്ട് പറയുമായിരുന്നു, അച്ഛൻ സുഖമില്ലാതെ കിടക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ കുറ്റബോധമുണ്ട്, അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോകാൻ എനിക്ക് സാധിച്ചില്ല എന്നൊരു വിഷമം എൻ്റെ മനസ്സിലിപ്പോഴുണ്ട്. ആ കിരീടത്തിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റൊക്കെ സാറ് ഞാൻ തൊട്ടടുത്തുണ്ട്. ക്ലൈമാക്സ് ഫൈറ്റിലും എല്ലാം ഉണ്ട്. ഞാൻ ചെന്ന് പറഞ്ഞു കൊടുത്തിട്ടാണല്ലോ ഓടി വരുന്നത്. ഷോട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ആ ഷോട്ടിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. ഒരു നീല ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ആ സീനൊക്കെ ഇപ്പോഴും സിനിമയിൽ കാണുമ്പോൾ എനിക്കൊരു രോമാഞ്ചമാണ്. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് കിങ്ങിലെ മുഖ്യമന്ത്രിയായിട്ട് അഭിനയിക്കാൻ ഒരു ഭാഗ്യം എനിക്ക് ഷാജി കൈലാസ് സാറും രഞ്ജി പണിക്കർ എന്ന് പറയുന്ന തിരക്കഥാകൃതം കൂടെ തന്നത്. അതിനകത്ത് തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സിനെ ഒന്ന് വഴക്കൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഹ്യൂമൻ റിസോഴ്സസിൽ ഡെപ്യൂട്ടി കളക്ടറായിട്ട് ഞങ്ങളെ നിയമിക്കാമെന്ന് പറയുമ്പോൾ വേണ്ട സാർ, ഞാൻ ഇതുപോലെ തന്നെ പോയിക്കൊള്ളാന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു മാനറിസം ഇങ്ങനെ കാണിക്കുന്ന ആ സീനൊക്കെ ഉള്ള ആ കിങ് എനിക്ക് ഒരുപാട് പബ്ലിസിറ്റി കിട്ടിയ ഒരു പടമായിരുന്നു. എന്തുകൊണ്ടാണ് മമ്മൂക്കടുക്കെ ഒന്ന് തുറന്നു പറയാത്തെ? എനിക്കൊരു സ്നേഹം കിട്ടുന്നില്ല, എനിക്കൊരു ഇത് കിട്ടുന്നില്ല. ഇല്ല, അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അതല്ലാതെ ഇതൊക്കെ പഴയ കാലങ്ങളെയൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടൊരു കാര്യം പറയാനുള്ളൊരു സാഹചര്യം, അപ്രോച്ചബിലിറ്റി എന്ന് പറയും, നമുക്ക് എപ്പോഴും അതിനുള്ള സാഹചര്യം ഒക്കാറില്ല. അതുകൊണ്ട് പറഞ്ഞില്ല. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്, ഇന്നും എന്നെ കണ്ടു കഴിഞ്ഞാൽ പഴയ കാര്യങ്ങൾ ഓർമ്മിക്കും എന്നൊക്കെ വിചാരമുണ്ടെങ്കിലും ഇതൊക്കെ മനഃപൂർവ്വം മറന്നുപോയതാണെന്ന് തന്നെ ഞാൻ വിചാരിക്കാം. പക്ഷെ അദ്ദേഹം ഒരുപാട് പഴയ കഥകൾ ഓർത്തെഴുതുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. ആ കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു സംശയവും. പക്ഷേ ലാലേട്ടൻ നേരെ തിരിച്ചാണ് അല്ലേ? നേരെ തിരിച്ചാ, അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഓക്കെ. ഇനിയിപ്പം എന്താണ് സാറിൻ്റെ ഇനിയുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഒരു 3-4 സീനൊക്കെ ചെയ്തിട്ട് ചിലർ പറയും മൂക്കിപ്പൊടി വലിച്ചിട്ട് നോക്കുമ്പോൾ അപ്പച്ചനെ കാണത്തില്ല. ചെറിയ വേഷങ്ങളായതുകൊണ്ട് പറയുന്ന ഒരു കളിയാക്കലാണെങ്കിൽ പോലും എനിക്കതൊരു സുഖമാണ്. ഞാൻ അതൊന്നും കണക്കിലെടുക്കാറില്ല. കേട്ടിട്ടുണ്ട് സാറ് നമ്മുടെ ഫാസിൽ സാറുമായിട്ടൊരു അടുത്ത ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പല സിനിമകളിലും സാറിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. ധന്യ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പല പഴയ പടങ്ങളിലൊക്കെ ഞാനുണ്ട്. നല്ല ബന്ധമാണ്. ഓക്കെ.
സാറിന് കിട്ടിയ അവാർഡുകൾസ് അത് ഇവിടെ ഇരിപ്പുണ്ട്, കാണാം. സാറ് മലയാളം അല്ലാതെ തമിഴിലും ഞാൻ തമിഴിലെ സുര എന്ന പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സുര നമ്മുടെ വിജയ അന്നും ഇന്നും കാണുമ്പോൾ ഒരേ വയസ്സാണ്. ഒരു 25 വയസ്സിൽ കണ്ടതുപോലെ തോന്നുന്നു ഇപ്പോഴത്തെ വയസ്സിന്. GOT എന്ന് പറഞ്ഞ ഗോട്ട് എന്ന് പറഞ്ഞ പടം ഞാൻ കണ്ടു. ഒരു അച്ഛനും മകനുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് ഗംഭീരമായ അഭിനയം. പക്ഷെ പടം അത്ര ഓടിയില്ല എന്ന് കേട്ടു. ഒരു ചോദ്യത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കാം. അതായത് അവസാനിപ്പിക്കണമെന്നില്ല, ഇനിയും ചോദിച്ചോ. പുതിയ സിനിമാക്കാർ സാറിനെ എങ്ങനെയാണ്, സാറിനെ കുറിച്ച് അവരുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണ്? അല്ല, പുതിയ സിനിമാക്കാർക്ക് എന്നെ പറ്റി അറിഞ്ഞുകൂടാ. ഈ പഴയ സിനിമാക്കാർക്ക് മാത്രമേ എന്നെ അറിയൂ. ഈ പുതിയ ആൾക്കാരെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും വലിയ സുഹൃത്തായ ഒരാളാണ് ജോസ് പെല്ലിശ്ശേരി. അദ്ദേഹത്തിൻ്റെ മകനാണ് ലിജോ പെല്ലിശ്ശേരി. അദ്ദേഹം പ്രഗത്ഭനായ ഡയറക്ടറാണ്. ഒത്തിരി അവാർഡുകൾ വാങ്ങിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം എന്നോട് വലിയ സ്നേഹമുള്ള ആളുമാണ്. അദ്ദേഹത്തിൻ്റെ ആമയൻ പടത്തിൽ ഞാൻ അഭിനയിച്ചതുമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം പുതിയ പടത്തിലൊന്നും എന്നെ കാസ്റ്റ് ചെയ്യാത്തതെന്ന് ഞാൻ ആലോചിക്കാറുമുണ്ട്. പക്ഷേ ഒരു കാര്യം, ആ പ്രഗത്ഭനായ അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൽ അഭിനയിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം എനിക്ക് വളരെയേറെ ഉണ്ട്. ഈ ഉദയ സ്റ്റുഡിയോ അതുപോലെ അത് റീറ്റെയിൻ ചെയ്യേണ്ടതായിരുന്നു. ഇതെല്ലാം വിറ്റുപോയി. അതിനുശേഷം ഇന്ന് വിദേശ മലയാളികളുടെ കയ്യിലാണ് അത്. ഇന്ന് വലിയൊരു ഹോട്ടലോ അല്ലെങ്കിൽ ഒരു 5 നക്ഷത്ര ഹോട്ടലോ ഒക്കെ അവിടെ വരാൻ പോവുകയാണെന്ന്. പക്ഷേ സാറിൻ്റെ ലൈഫിൽ ഒരു മെജോറിറ്റി ടൈം ചെലവഴിച്ചൊരു സ്റ്റുഡിയോ ആയിരിക്കുമല്ലോ. മെജോറിറ്റി ടൈം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ആ സ്റ്റുഡിയോയിലായിരുന്നു. പ്രേം നസീർ സാറും സത്യ സാറും ഒക്കെ വന്നിരുന്ന ആ സ്ഥലം, കൊട്ടാരക്കര SP പിള്ള സാറൊക്കെ വന്നിരുന്ന ആ സ്ഥലം എന്ന് പറയുന്നത് ഒരു പുണ്യഭൂമിയായിരുന്നു. ആലപ്പുഴയെ ചുറ്റിപ്പറ്റി തന്നെ ഈ സിനിമ ഉണ്ടായിരുന്നു എന്ന് നമുക്കിപ്പോൾ സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. അത് കറക്റ്റാണ് സാറ് പറഞ്ഞത്. കാരണം അത് തെക്കുറിശി സുകുമാരൻ നായർ ഉൾപ്പെടെ നായകനും പ്രൊഡ്യൂസറും ഒക്കെ പാടിയിരുന്ന, അതായത് ഉദയ സ്റ്റുഡിയോയിലോട്ട് കയറിയാൽ ഒരു പടവുമായിട്ട് തിരിച്ചിറങ്ങാം. തീർച്ചയായിട്ടും അല്ലേ? അവിടെ പ്രൊഡക്ഷൻ നടക്കും, പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കും, എല്ലാം നടക്കും, ഡബിങ് നടക്കും, എഡിറ്റിംഗ് നടക്കും, എല്ലാ സർവ്വ സാമഗ്രികൾ നടക്കുന്ന മദ്രാസിലെ എല്ലാ കാര്യങ്ങളും പറിച്ചു നട്ട കണക്കുള്ള ഒരു സംഭവമായിരുന്നു ഉദയ സ്റ്റുഡിയോ. അതൊക്കെ ഇന്നൊരു മൺമറഞ്ഞ ഒരു ഓർമ്മ മാത്രമായിട്ട് മാറുകയാണ്. നസീർ സാറുമായിട്ടുള്ള ബന്ധം കൂടെ, നസീർ സാറുമായിട്ടുള്ള ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്നു. അദ്ദേഹമായിട്ടുള്ള ഞാൻ പഠിച്ച സ്കൂളെന്ന് പറഞ്ഞത് സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂൾ പുന്നപ്രയാണ്. അവിടെ അദ്ദേഹത്തിന് ഞാൻ 1980 കാലഘട്ടത്തിൽ ഒരു സ്വീകരണം അറേഞ്ച് ചെയ്തു. ആ സ്വീകരണത്തിൽ അദ്ദേഹം വന്നു സംസാരിച്ചു. അവിടെ വെച്ച് അദ്ദേഹം കോൺഗ്രസ്സിൽ ചേരുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അന്ന് അദ്ദേഹത്തിന് എതിർക്കാൻ തീരുമാനിച്ചിട്ട് കരിങ്കൊടി കാണിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ബുദ്ധിപൂർവമായ ഒരു ഇടപെടൽ കൊണ്ട് അദ്ദേഹം വരുന്ന വഴിക്ക് എന്നോട് ചോദിച്ചു, അപ്പോൾ ഞാൻ അവിടെ വന്ന് സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് പറയേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ അങ്ങ് ലോകം അറിയപ്പെടുന്ന വലിയ നടനാണ്. അങ്ങ് വന്ന് പുന്നപ്പുറയിൽ നിൽക്കുമ്പോൾ പറയേണ്ട ആദ്യത്തെ വാചകം, ഈ പുന്നപ്പുറയുടെ പുണ്യഭൂമിയിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്നത് ഈ സമരഭൂമിയിലെ വീരയോദ്ധാക്കളെയാണ്. ഇതങ്ങ് പറഞ്ഞാൽ സന്തോഷമായെന്ന് പറഞ്ഞു. അത് കൊള്ളാമല്ലോ, ഞാൻ അങ്ങനെ തന്നെ പറയാം എന്ന് പറഞ്ഞു. വന്നിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കരിങ്കൊടി കാണിക്കാൻ നിന്നവരെല്ലാം അപ്രത്യക്ഷരായി. കാരണം പറഞ്ഞത് അവരുടെ സമര യോദ്ധാക്കളെ പറ്റിയാണ് പറഞ്ഞത്. അത് എന്നോട് പറഞ്ഞു, അപ്പച്ചൻ പറഞ്ഞത് നന്നായി, ഇവിടെ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. ഒരു 6 മാസക്കാലം അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് എനിക്ക് അദ്ദേഹത്തിനോട് നടക്കാൻ പറ്റി. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ ഇന്ന് ഈ ശാന്തനായ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന പ്രേം നസീർ, SB കോളേജിലെ സ്റ്റുഡൻ്റായിരുന്ന പ്രേം നസീർ, അതിനുശേഷം തെക്കുറിശി സുകുമാരൻ നായർ പ്രേം നസീർ എന്ന് പേരിട്ട അബ്ദുൽ ഖാദർ, അദ്ദേഹം മലയാള സിനിമയിലെ ഏറ്റവും ഇന്ന് ലോകത്തിൽ ഇനി ഉണ്ടായിട്ടുള്ള സുന്ദരന്മാരിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരനായിരുന്നു. ഇനി ഇതുപോലൊരു സുന്ദരൻ ഇനി ഉണ്ടാകാനുമില്ല. പക്ഷേ അതോടൊപ്പം ഇത്രയും സ്വഭാവശുദ്ധിയുള്ള, ഇത്രയും മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, ഇത്രയും സ്വഭാവ ഗുണത്തിനോടൊപ്പം മറ്റുള്ളവരുടെ കൺസിഡറേഷനുള്ള ഒരു നടൻ ഇന്ന് ഈ ലോകത്തിൽ ഇനി ഉണ്ടാകാനുമില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സമാപനമായിട്ട് എനിക്ക് പറയാനുള്ളത്. നസീർ സാറിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ എല്ലാവിധ ആദരവുകളും അർപ്പിച്ചുകൊണ്ട് എന്നോട് കാണിച്ചിട്ടുള്ള നസീർ സാറിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ പുന്നപ്ര അപ്പച്ചൻ എന്ന് പറഞ്ഞ പാവപ്പെട്ടവൻ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. എനിക്ക് തോന്നുന്നു അപ്പച്ചൻ സാർ എന്നോട് മനസ്സ് തുറന്നു എന്ന് തോന്നുന്നു. ഒടുവിൽ നസീർ സാറിനെ ഓർത്തപ്പോൾ അപ്പച്ചൻ സാറിൻ്റെ കണ്ണിൽ ഉള്ള ഭാവമാറ്റവും ഞാൻ ശ്രദ്ധിച്ചു. അത് നിങ്ങൾ കാണുന്നവർക്ക് മനസ്സിലാവും. കാരണം അത്രത്തോളം അടുപ്പം ബന്ധവും ഉണ്ടായിരുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സത്യമാണ്. അതെ.
എന്തായാലും അപ്പച്ച സാർ താരജാടകളില്ലാത്തൊരു മനുഷ്യൻ, മമ്മൂക്ക പോലും ആത്മകഥയിൽ പരാമർശിച്ചൊരു മനുഷ്യൻ, 1000-ഓളം സിനിമകളിൽ അഭിനയിച്ചൊരു മനുഷ്യൻ, കിരീടം പോലെയുള്ള സിനിമകളിലെ നിർണായക സീനുകളിൽ വന്നുപോയൊരു മനുഷ്യൻ. ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും അപ്പച്ച സാറ് ചെറിയ വേഷമാണ് ചെയ്തിട്ടുള്ളതെങ്കിലും വലിയ വേഷമാണ് ചെയ്തിട്ടുള്ളെങ്കിലും അപ്പച്ച സാറിനെ മലയാള സിനിമയ്ക്ക് മറക്കാൻ പറ്റത്തില്ല. അപ്പച്ച സാറ് മലയാള സിനിമയിൽ ഒരു സ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട്. താങ്ക് യു. അപ്പോൾ ഈ വ്ളോഗ് കണ്ടവരെ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് ഗുഡ് ടൈം. ബൈ. താങ്ക് യു വെരി മച്ച്.